ഹേയ് ഗടികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ദേവിച്ച്. നമ്മൾ കുറച്ച് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് +1 ക്ലാസ്സൊക്കെ തുടങ്ങി. എല്ലാവരും അഭ്യർത്ഥന മാനിച്ച് ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, ക്ലാസ്സൊക്കെ തുടങ്ങി കുറച്ച് പ്രശ്നങ്ങൾ, അതായത് ക്ലാസ് തുടങ്ങിയതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ, അതൊക്കെ കാരണം ഇന്ന് നമ്മൾ 2 സിനിമ കണ്ടിരിക്കുകയാണ്. കുറേ നാൾക്ക് ശേഷം, കൽക്കിക്ക് ശേഷം ഒരു സിനിമ, നമ്മുടെ സ്വന്തം ധനുഷിൻ്റെ രായൻ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂമായിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. സോ നേരെ റിവ്യൂലോട്ട് കിടക്കാം. സോ ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആസ് യൂഷ്വൽ റിവ്യൂക്ക് വേണ്ടി പറഞ്ഞ നമ്മുടെ രായൻ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂമായിട്ടാണ്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, ഈ സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ചതെന്ന് പറയുന്നത്, അതായത് സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പ്രേരിപ്പിച്ചത് ഒന്ന് റഹ്മാൻ്റെ ആ സാധനം, ആ ട്രെയിലറിൻ്റെ അവസാനമുള്ള ഒരു സാധനം, അത് മതി എനിക്ക് 130 രൂപ മുടക്കാൻ. പിന്നെ SJ സൂര്യയുടെ ഒരു യൂണീക്ക് വേഷം, പിന്നെ ഒബ്വിയസ്ലി റിട്ടൺ ബൈ ആൻഡ് ഡയറക്റ്റഡ് ബൈ ധനുഷ്. 50ാമത്തെ സിനിമയാണ് ധനുഷിൻ്റെ. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ സിനിമ കാണാൻ എനിക്ക് എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കാൻ തോന്നിയത്. അപ്പോൾ ഈ കാരണങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ, മൈ ഗോഡ്, റഹ്മാൻ സാർ ഈസ് വേറെ ലെവൽ ഇൻ ദിസ് മൂവി. ലിറ്ററലി ഗൈസ്, കുറേ നാളായി ആളുടെ ഇങ്ങനത്തെ ഒരു സാധനം കേട്ടിട്ട്. കിടിലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉസിരെ എന്നൊക്കെ പറയുന്ന പാട്ട്, നമുക്കറിയാലോ ആ ട്രെയിലറിൽ തന്നെ എത്രത്തോളം ഓളുണ്ടാക്കിയൊരു സാധനമാണെന്നത്. ഈ ഇടയിൽ ലാൽ സലാമിലൊക്കെ ആൾ വന്ന് കുറച്ച് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. സാറേ, റഹ്മാൻ ഫാൻസ് പോലും സഹിക്കാത്ത മാതിരി സാധനങ്ങളായിരുന്നു. ഇപ്പോൾ ഒരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്, എന്താണെന്നറിയില്ല. പിന്നെ പറയേണ്ടത് SJ സൂര്യയുടെ ഒരു യൂണീക്ക് വേഷം കാണാൻ പോയ എന്നെ പറ്റിയാണ്. SJ സൂര്യയുടെ ഒരു യൂണീക്ക് വേഷം എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ആൾക്ക് കൊടുത്ത വേഷം ആൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, ആസ് യൂഷ്വൽ SJ സൂര്യ. പിന്നെ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ധനുഷ്. സ്റ്റോറീനെ പറ്റി പറയണം. റിട്ടൺ എന്ന് പറയുമ്പോൾ സ്റ്റോറി ഒരു നോർമൽ പാസം സാധനമാണ്. അതിൽ കുറച്ച് ആഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്, അത്ര തന്നെ ഉള്ളൂ. കുറച്ച് സ്റ്റോറിയിൽ അവിടെ ഇടയ്ക്ക് ഒരു മാറ്റം, ദാറ്റ്സ് ഇറ്റ്. അണ്ണൻ പാസം, അണ്ണൻ തമ്പി പാസം, അണ്ണൻ തങ്കച്ചി പാസം, പാസം 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 മട്ടും താം പാസം മലർ അപ്പടിതാൻ കഥ മുന്നോട്ട് പോകരുത്, അവളോതാ പടത്തിലിരിക്ക്. എന്നാലും നമുക്ക് സീരിയസ്ലി കേസ്, എനിക്ക് തമിഴിലെ പാസപ്പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഒബ്വിയസ്ലി ഐ ഓൾസോ ലൈക്ക് അതിനകത്തെ ഫോർ എ റീസൺ. പിന്നെന്താ, പടത്തിനെ പറ്റി പറയുമ്പോൾ അത്രേ ഉള്ളൂ. പടത്തിൻ്റെ കഥ അതുള്ളൂ. പിന്നെ ഡയറക്ഷനിലാണ് പിടിച്ചിരിക്കുന്നത്. ഇൻ്റർവെല്ലിന് മുന്നൊരു സീന് വമ്മാളെ ഗൂസ് ബംസ്, അല്ലാതെ വേറെ എന്താ പറയുക. ഈ പടത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ, അതായത് ഈ പടത്തിൻ്റെ ഫൈറ്റിൻ്റെ ഒരു ബിൽഡിങ്ങാണ് ഞാൻ പറയുന്നത്. അത് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു യുണീക്നെസ് ഉണ്ടല്ലോ, അത് എനിക്കിത് ഫ്രഷ് ഫീലാണ് തന്നത്. പിന്നെ കുറച്ചൊക്കെ ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി, അത് നിങ്ങൾക്ക് പടം കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. പിന്നെ നമ്മുടെ കാളിദാസ് ജയറാം, ആളുടെ വേഷം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് പടത്തിനെ കുറച്ച് നെഗറ്റീവ്സ് പറയാം. മൊത്തം പോസിറ്റീവ് പറഞ്ഞാൽ എന്താ പറയുക. പിന്നെ നമുക്ക് എന്നെപ്പറ്റി കുറച്ച് കംപ്ലയിൻറ്റ് കിട്ടുന്നത്, ഞാൻ സിനിമകൾക്കൊന്നും നെഗറ്റീവ് പറയുന്നില്ല എന്നാണ്. വർഷങ്ങൾക്ക് ശേഷത്തിനൊക്കെ ഗംഭീര റിവ്യൂ പറഞ്ഞു. ഹോണസ്റ്റ്ലി ഗൈസ്, വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ് മൂവീസിലൊന്ന് തന്നെയാണ്. നമുക്ക് നെഗറ്റീവ്സ് എടുക്കാം. നെഗറ്റീവിലേക്ക് പറയുകയാണെങ്കിൽ, നമ്മുടെ സ്വന്തം സുരരൈ പോട്രുവിലെ നായിക, പേര് ഞാൻ മറന്നുപോയി, സോറി ഗൈസ്. ആളിത്തിരി ക്രിഞ്ചായിട്ട് തോന്നി ലിറ്ററലി. പിന്നെ ധനുഷിൻ്റെ അനിയത്തിയായിട്ട് വന്ന കൊച്ച് ഓക്കെ ആയിരുന്നു, ബട്ട് കുറച്ചും കൂടി നല്ലൊരു കാസ്റ്റിംഗ് കൊണ്ടുവരായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഡയറക്ഷൻ വേറെ ആളെ കൊണ്ടൊക്കെ ഇനി ചെയ്യിപ്പിക്കായിരുന്നു, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ചെറിയ മിസ്റ്റേക്കുകൾ അവിടെ ഉണ്ട്, ദാറ്റ്സ് ഇറ്റ്. സോ നിങ്ങൾ രായൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഡെഡ്പൂളിൻ്റെ റിവ്യൂമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ഇറ്റ്സ് യുവർ ധ്യാൻ ദേവിച്ച് സൈനിങ് ഓഫ്. ബൈ. നീ